ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 83. ഞാൻ എവിടെ പോണമെന്നാ ഹർഷൻ ഈ പറഞ്ഞു വരുന്നേ? ഇവിടുന്ന് ഇറങ്ങിയ എനിക്ക് പോകാൻ മറ്റൊരിടമില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ? അവൾ ശക്തമായി വാദിച്ചു. എത്രയൊക്കെ ന്യായീകരിച്ചാലും കെഞ്ചിയാലും അവനിലൊരു മാറ്റവും ഉണ്ടാവില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും ജീനയ്ക്ക് ഹർഷനിൽ നിന്നും പെട്ടെന്നൊരു ഇറങ്ങിപ്പോക്കലിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ്. അതിൽ നിന്നൊരു കരകയറണമെങ്കിൽ ഹർഷനെ പോലെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരാൾ കൂടെ ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലെയുള്ള ഇത്രയും വലിയ സിറ്റിയിൽ ജീവിക്കാൻ വളരെ പ്രയാസമാണെന്ന് ജീന കരുതി. കുറേ നാളുകൾ ഇങ്ങനെ കഴിഞ്ഞാൽ അവനിൽ നിന്നും കുറേയേറെ പണം തട്ടിയെടുക്കുക എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവനോട് അവൾ കൂട്ടുകൂടിയതും. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാളായിട്ട് ഹർഷൻ നിർബന്ധിച്ചിട്ട് പോലും രജിസ്റ്റർ മാരേജോ താലികെട്ടോ ഒന്നുമില്ലാതെ ലിവിങ് ടുഗദർ സിസ്റ്റർ ആക്കിയതും. വെറുതെ അവനെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി അവൻ്റെ തുടർച്ചയായിട്ടുള്ള നിർബന്ധത്തിന് വഴക്കി ഫ്ലാറ്റിലെ പൂജാമുറിയുടെ മുൻപിൽ നിന്നൊരു താലികെട്ട് കഴിച്ചു, അത്രമാത്രം. പക്ഷേ ഇങ്ങനൊരു പണി ഇത്രയും പെട്ടെന്ന് ഹർഷൻ തരുമെന്ന് ജീന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിലുള്ള ധാരണകളെ ഇല്ലാതാക്കി ഹർഷനോട് വീണ്ടും പഴയതുപോലെ കൂട്ടുകൂടുവാൻ ജീന പല വഴികളും കണ്ടു. അതൊന്നും എനിക്കറിയില്ല. നിന്നെ കൂടെ കൂട്ടാനോ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനോ ഉള്ള അവകാശം നമ്മൾ തമ്മിൽ ഇല്ലല്ലോ ജീനെ. അവളുടെ വാദത്തെ തടഞ്ഞുകൊണ്ട് ഹർഷൻ കട്ടായം പറഞ്ഞു. അവളെയൊന്ന് കേൾക്കുവാൻ താല്പര്യമില്ലാത്തതുപോലെയായിരുന്നു അവൻ്റെ കാട്ടിക്കൂട്ടലുകളൊക്കെയും. എന്തവകാശമില്ലെന്ന്? ഇതിലും കൂടുതൽ എന്തവകാശമാണ് എന്നിൽ നിങ്ങൾക്കിനി വേണ്ടത്? കഴുത്തിൽ കിടക്കുന്ന താലിമാല പൊക്കി കാട്ടിക്കൊണ്ട് അവൾ അവൻ്റെ മുൻപിലേക്ക് കയറി ചെന്ന് നിന്നു. ഇതൊക്കെ ഒരു പ്രൂഫാണോ ജീനെ? അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും അവനത് മുഖത്ത് കാട്ടിയില്ല എന്നതാണ് സത്യം. നിങ്ങളിതെൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ഒരിക്കലും അകറ്റി നിർത്തില്ലെന്ന്, ചതിക്കില്ലെന്ന്. എന്നിട്ടിപ്പോൾ എന്നെ വേണ്ടെന്ന് വയ്ക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ജീന അവന് നേർക്ക് വിരൽ ചൂണ്ടി. ഒരു വാക്കിലൊക്കെ എന്തുണ്ട് ജീനെ? അന്ന് എനിക്ക് നിന്നെ വേണമെന്ന് തോന്നി, ഇന്ന് വേണ്ടെന്നും. അല്ലെങ്കിൽ തന്നെ മനുഷ്യരെല്ലാവരും ഇങ്ങനെയല്ലേ? ആവശ്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ പ്രയോറിറ്റീസ് മാറ്റിക്കൊണ്ടേയിരിക്കണം. ഹർഷൻ അവളെ നോക്കി മനോഹരമായ ഒരു പുഞ്ചിരി നൽകി. ഇത് ചതിയാണ് ഹർഷൻ, ഇങ്ങനെയൊന്നും നീ എന്നോട് ചെയ്തുകൂടാ. അവൾക്ക് ഒരേ സമയം ദേഷ്യവും സങ്കടവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. നാളെയെ പറ്റിയുള്ള ചിന്ത അവളെ അത്രത്തോളം ഒലിച്ചിരുന്നു എന്ന് വേണം പറയാൻ. അതെന്തേ അങ്ങനെ? ഈ ചതി എന്നൊക്കെ പറയുന്നത് ജീനയുടെ കുടുംബസ്വത്ത് വല്ലതും ആണോ? അവനൊന്ന് ചിരിച്ചു, അതീവ പുച്ഛത്തോടെ. ഇല്ല, ഞാൻ പോവില്ല. ഹർഷൻ എന്തു പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്നും പോവില്ല. അവൻ കളിയാക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ദേഷ്യം സഹിക്കാൻ വയ്യാതെ ജീന അലറി. എന്ന് പറഞ്ഞ എങ്ങനെയാ ജീന? ഇതെൻ്റെ വീടാണ്. ഇവിടെയുള്ള ഓരോ വസ്തുക്കളും ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നതാണ്. ജീനയെ പോലെ ഒച്ചയെടുക്കാനോ അലറാനോ ഒന്നും എനിക്കറിയില്ല. അതിനോടൊട്ട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഒന്നിൽ ഞാൻ എക്സ്പേർട്ടാണ്. എന്തിനെന്നറിയോ? കഴുത്തിന് പിടിച്ച് വീണ് പുറത്തേക്ക് വലിച്ചെറിയുക എന്നതിൽ. അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്. അവനിൽ അപ്പോഴും ശാന്തതയായിരുന്നു. പക്ഷേ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഓരോ വാക്കുകൾക്കും നല്ല മൂർച്ചയായിരുന്നു. അങ്ങനെങ്ങ് ഞാൻ ഇറങ്ങിപ്പോയില്ലെങ്കിലോ? ജീന തർക്കുത്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ നീ ഇവിടുന്ന് സ്വയം ഇറങ്ങിപ്പോയില്ലെങ്കിൽ ചെയ്യുവാൻ എനിക്ക് പലതും ഉണ്ട്. എന്നെക്കൊണ്ട് നീ അതൊന്നും വെറുതെ പുറത്തെടുപ്പിക്കരുത് ജീനെ. ഇത്തവണ മാത്രം ഹർഷന്റെ സംസാരത്തിൽ ഒരു ചെറിയ ധ്വനി ഉണ്ടായിരുന്നു. അത് കേട്ടതും ജീനിയൊന്ന് ഞെട്ടി. ഞാൻ കാല് പിടിച്ച് കെഞ്ചി പറയാം, ഒന്നിവിടുന്ന് ഇറങ്ങിപ്പോവോ? ദയവ് ചെയ്ത് എന്നോട് വെല്ലുവിളിക്കരുത്. കാരണം വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ഹർഷൻ എന്നിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ജീനെ. അത്രയും പറഞ്ഞിട്ടവൻ അവളിൽ നിന്നും തിരിഞ്ഞു നടന്നു, എന്നേക്കുമായി. അത്താഴം കഴിക്കുമ്പോഴും മടിയിലിരിക്കുന്ന തത്തമ്മയ്ക്ക് വാരി കൊടുക്കുമ്പോഴും എല്ലാം ആദിയുടെ കണ്ണുകൾ വിളമ്പിക്കൊടുക്കാൻ നിൽക്കുന്ന ദേവികയുടെ നേർക്ക് പല പ്രാവശ്യം പാളി വീഴുന്നുണ്ടായിരുന്നു. ഇതുവരെ താൻ കാണാത്ത ഒരു പ്രത്യേക ഭംഗി അവളിൽ ഉണ്ടെന്ന് പോലും അവനപ്പോൾ തോന്നിപ്പോയി. പെണ്ണ് തന്നെയൊന്നും നോക്കുന്നില്ല, തന്നോടൊന്നും സംസാരിക്കുന്നുമില്ല. മനഃപൂർവ്വം എന്തെങ്കിലും വിളമ്പിത്തരാൻ പറയുമ്പോൾ മാത്രം മുഖം കുനിച്ചു പിടിച്ചുകൊണ്ട് അടുത്ത് വന്ന് എടുത്തു തന്നിട്ട് പോകും. താൻ ഒഴിച്ച് ബാക്കിയുള്ളവരോടൊക്കെ മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അറിയാം ഇതൊക്കെ ഇന്ന് നടന്ന സംഭവങ്ങൾക്ക് ശേഷമുള്ള നാണവും ചമ്മലും ഒക്കെയാണെന്ന്. എന്നാലും
പെണ്ണും മിണ്ടാതെ ഇങ്ങനെ നടക്കുമ്പോൾ നെഞ്ചിലൊരു പിടപ്പാണ്. അച്ഛേ, മതിയായി. കഴിച്ചു നിറഞ്ഞത് കൊണ്ടാവാം തത്തമ്മ വയറ് തിരുമ്മിക്കൊണ്ട് ഇടയ്ക്ക് ആദിയോട് പറഞ്ഞത്. ദേവി, ഇവളെ ഒന്ന് കഴിയിപ്പിച്ചേ. കുഞ്ഞിനെ മെല്ലെ മടിയിൽ നിന്നും പിടിച്ച് താഴെ ഇറക്കിയിട്ട് അവൻ അവളോട് നിർദ്ദേശിച്ചു. അപ്പോഴെങ്കിലും തൻ്റെ മുഖത്തേക്ക് ദേവികയൊന്ന് നോക്കുമെന്ന് പ്രതീക്ഷിച്ച ആദിക്ക് അവിടെയും നിരാശയായിരുന്നു ഫലം. തന്നെയൊന്ന് വെറുതെ പോലും കടാക്ഷിക്കാതെ കുഞ്ഞി പെണ്ണിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് സിംഗിൻ്റെ അരികിലേക്ക് ധൃതിയിൽ നടന്നു പോകുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവനും ചെറിയ രീതിയിൽ പിണക്കം വന്ന് കുമിഞ്ഞു. ആദിക്ക് അതും കൂടി കണ്ടപ്പോഴേക്കും വിറഞ്ഞു കയറി. അവനിൽ പരിഭവം മുട്ടിട്ടു. പിന്നീട് അവൻ മുഖമുയർത്തി ഒരു പ്രാവശ്യം പോലും ദേവികയെ നോക്കുവാനോ അവളെ വിളിക്കുവാനോ തുടങ്ങിയില്ല. പാത്രത്തിലുള്ളത് വേഗം വാരി കഴിച്ചിട്ട് കൈ കഴുകുവാനായി എഴുന്നേറ്റു. കുറച്ചുകൂടെ കഴിക്കായിരുന്നില്ലേ ആദ്യേട്ടാ എന്നൊരു ചോദ്യം കൈ കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ദേവികയിൽ നിന്ന് വന്നുവെങ്കിലും പിടക്കന്നടിച്ചിരുന്നവനിൽ അവളിൽക്കൊരു മറുപടിയും കിട്ടിയില്ല. തനിക്കുള്ള ഉത്തരം തരാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പടികൾ കയറുന്നവനെ കണ്ടപ്പോൾ ദേവികയുടെ ഉള്ള ഒന്ന് നീറി. കഴിക്കും മോളെ, കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഒന്നാമത് നിനക്ക് തലവേദന ഉണ്ടായിരുന്നല്ലേ? രാധമ്മ ശാസിച്ചത് കൊണ്ട് മാത്രമാണ് അവൾ അവർക്കൊപ്പം കഴിക്കുവാനായി ഇരുന്നത് തന്നെ. പാത്രത്തിലുള്ളത് നുള്ളിപ്പെറുക്കി എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് പോകുവാനായി അവളുടെ മനസ്സപ്പോൾ വെമ്പി നിന്നു. ആദിയുടെ ചെറിയ മാറ്റം പോലും അവളുടെ ഒരു സങ്കടക്കടൽ തീർത്തതുപോലെ. വേഗം കഴിച്ച് പാത്രം കഴുകി കമഴ്ത്തിയും വെച്ച് കുടിക്കാനുള്ള വെള്ളം ജഗ്ഗിലും എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു ദേവിക അവരുടെ മുറിയിലേക്ക്. അങ്ങോട്ടേക്ക് ചെന്ന് കയറിയപ്പോഴേ ദേവിക കണ്ടു ഭിത്തിയോട് ചേർന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ തൊട്ട് തലോടിക്കൊണ്ടിരിക്കുന്ന ആദിയേട്ടനെ. ജഗ്ഗ് കൊണ്ടുപോയി ടേബിളിലേക്ക് വെച്ചിട്ട് അവൾ അവൻ്റെ അരികിലേക്ക് ചേർന്ന് കിടന്നു. ആദിയേട്ടാ. കുഞ്ഞിൻ്റെ വശത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നവനെ അവൾ മെല്ലെ ഒച്ച കുറച്ച് തട്ടി വിളിച്ചു. ആദിയേട്ടാ. ചെക്കനിൽ നിന്നും മറുപടിയൊന്നും കിട്ടാതെ വന്നപ്പോൾ ദേവിക അവനെ ഇത്തിരി ഉച്ചത്തിലാണ് പിന്നീട് തട്ടി വിളിച്ചത്. എന്താ ദേവിയെ? ചെക്കൻ്റെ സംസാരത്തിൽ പതിവില്ലാത്ത ഗൗരവം നിറഞ്ഞു. ആദിയേട്ടാ. അവൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം പെണ്ണിലൊട്ടൊരു സങ്കടം നിറച്ചു. അവൾ അരികിൽ കിടക്കുന്നവനെ തലചെരിച്ചു നോക്കി. മുകളിൽ കറങ്ങുന്ന സീലിംഗ് ഫാനിലേക്ക് നോക്കി ഇപ്പോഴും മലർന്നാണ് കിടക്കുന്നത്. വലത്തെ കൈ ഇപ്പോഴും കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറുകയിൽ തൊട്ട് തലോടുന്നുമുണ്ട്. പക്ഷെ ആ മുഖത്ത് നിറയെ ഗൗരവമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ദേഷ്യത്തിനുള്ള കാരണം താൻ മാത്രമായതുകൊണ്ട് ഒന്നും പറയാനും പറ്റുന്നില്ല. എനിക്ക് നാണം വന്നതുകൊണ്ടാ ഞാൻ മിണ്ടാതെ നടന്നേന്ന്. ഞാനിങ്ങനെ ആദ്യേട്ടാ നിങ്ങളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. പെണ്ണിൻ്റെ മുഖം സങ്കടത്താൽ കോടി. ആദ്യേട്ടാ. എങ്കിലും അവനെ വെറുതെ വിടില്ല എന്ന ഒറ്റ ചിന്തയാൽ അരികിൽ കിടന്നവനെ അവൾ വീണ്ടും തോണ്ടി വിളിച്ചു. ദേവിയേക്ക് ഉറക്കം വരുന്നില്ലേ? ഇത്തിരി കൂടി കട്ടിയിൽ ഒരു ചോദ്യം അവനിൽ നിന്നും പുറത്തേക്ക് വന്നു. ആദ്യേട്ടൻ എന്താ എന്നോട് മിണ്ടാത്തേ? അവനുള്ള ഉത്തരം ദേവിക കൊടുത്തില്ല. പകരം മറു ചോദ്യമായിരുന്നു അവൾ ചോദിച്ചത്. ദേവികയിൽ നിന്നും ദേവിക എന്നുള്ള മഹർഷിയുടെ വിളി അവളെ അത്രത്തോളം സങ്കടപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ? ആദ്യം മെല്ലെ പറഞ്ഞു. അത് ബുദ്ധിമുട്ട് കൊണ്ടല്ല ആദ്യേട്ടാ. അവൾ അവൻ്റെ നേർക്ക് ചെരിഞ്ഞു കിടന്നു. പിന്നെ എന്തുകൊണ്ടാണാവോ? അവൻ്റെ ശബ്ദം അപ്പോഴും ഗൗരവത്തിലായിരുന്നു. എനിക്ക് ഏട്ടൻ്റെ മുഖത്ത് നോക്കാൻ നാണമായിരുന്നു, അതുകൊണ്ടാ. മഹർഷിയുടെ കൈക്കുഴയിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ടാണ് പെണ്ണ് മറുപടി പറഞ്ഞത്. എന്തിന്? ആദിയിൽ നിന്നും അടുത്ത ചോദ്യം വരുവാൻ ഒരു നിമിഷത്തെ പോലും ആലസ്യം ഉണ്ടായിരുന്നില്ല. എന്നെ എന്തിനാ അങ്ങനെയൊക്കെ ബാത്റൂമിൽ വെച്ച് ചെയ്തേ? അവനിലെ പിണക്കത്തെ ഇനിയും താങ്ങാനുള്ള ആവതില്ലാത്തത് കൊണ്ട് തന്നെ നാണത്തോടെയാണെങ്കിലും അവൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എന്തു ചെയ്തൂന്ന്? അത്രയും നേരമുണ്ടായിരുന്ന കപട പിണക്കം ആദിയുടെ മുഖത്തു നിന്നും മെല്ലെ മാഞ്ഞു പോകാനായി തുടങ്ങി. എങ്കിലും അത് ശബ്ദത്തിൽ തുറന്നു കാട്ടുവാൻ അവൻ താല്പര്യപ്പെട്ടില്ല. ഉദ്ദേശിച്ച വഴിയിൽ കൂടി തന്നെ പെണ്ണ് വരുന്നെന്ന് കണ്ടതും ആദിക്ക് തൻ്റെ സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യേട്ടനല്ലേ എന്നെ അങ്ങനൊക്കെ പിടിച്ച് എന്നെ വല്ലാതാക്കിയേ? മുക്കിയും മൂളിയും ദേവിക ഓരോന്നും ചമ്മലോടെ പറഞ്ഞു തുടങ്ങി. എങ്ങനൊക്കെ ആക്കിയേ? ഇത്തവണ അവനും ദേവികയുടെ നേരെ തിരിഞ്ഞു കിടന്നിരുന്നു. ആദ്യേട്ടനറിയില്ലേ എന്താ ചെയ്തതെന്ന്? അവൾ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് തനിക്ക് നേരെ തിരിഞ്ഞു കിടക്കുന്ന ആദിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി.
അവൻ തന്നെ കളിയാക്കുകയാണോ എന്നൊരു സംശയത്തോടെ. പക്ഷെ ആ മുഖത്ത് ഇപ്പോഴും ഗൗരവമാണെന്ന് തിരിച്ചറിഞ്ഞതും ദേവിക വീണ്ടും കൺഫ്യൂഷനിലായി. അറിയില്ലാത്തോണ്ടല്ലേ ചോദിച്ചേ? ഇത്തിരി പോലും ഓർമ്മയില്ല എന്ന രീതിയിൽ അവനിൽ നിന്നും അപ്പോൾ തന്നെ മറുപടി എത്തി. ശരിക്കും ഓർമ്മയില്ലേ? പെണ്ണ് വീണ്ടും എടുത്തു ചോദിച്ചു. ഇല്ലെന്നേ. ഉള്ളിലുള്ള ചിരി സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവൻ സ്വന്തം മുഖത്ത് നിഷ്കളങ്കത ആവശ്യത്തിൽ കൂടുതൽ വാരി വിതറി. എന്നെ ഷവറിനടിയിൽ നിർത്തി എൻ്റെ ഇവിടെയൊക്കെ ഒക്കെ ബാക്കി അവൾ പറഞ്ഞില്ല. നാണത്തോടെ വിവശതയോടെ അവൻ്റെ നെഞ്ചിലേക്ക് കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് മുഖം പൂഴ്ത്തി കളഞ്ഞു. ഇവിടെയൊക്കെ ബാക്കി പറയേണ്ട ദേവി. ഇനിയും അവളെ അങ്ങനെയിട്ട് കളിപ്പിക്കുവാൻ ആദിക്ക് തോന്നിയില്ല. അവൻ ആ പെണ്ണിൻ്റെ ചെവിയോരം ചുണ്ടുകളൊന്നു ചേർത്ത് വെച്ചു. ആഹാ, ഇല്ല എന്ന രീതിയിൽ അവൾ തല വിലങ്ങനെ ആട്ടി. ഹ, പറയൂ കുഞ്ഞെ. ചെക്കൻ അവളെ ഒരു ചിരിയോടെ ഇറുക്ക പുണർന്നു. പോ ആദിയേട്ടാ, എന്നെ കളിപ്പിക്കുമായിരുന്നല്ലേ? മിണ്ടൂല. പെണ്ണ് പരിഭവത്തോടെ പറഞ്ഞ നാവകത്തിട്ടില്ല. അതിനു മുൻപേ തന്നെ അവൻ്റെ ചുണ്ടുകൾ ആ പരിഭവത്തെ മൊത്തത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. സർ, ദിവ്യ മാഡത്തിൻ്റെ കാലിന് നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു. ഒന്നും തുറന്നു പറയുന്നില്ലെന്നേയുള്ളൂ. രാത്രി അത്താഴം കഴിഞ്ഞ് ഉറങ്ങുവാനായി മുറിയിലേക്ക് കയറുവാനായി പോയപ്പോഴാണ് വനജ ദേവൻ്റെ മുൻപിലേക്ക് ചെന്നത്. പെയിൻ കില്ലർ ഇന്ന് കൊടുത്തില്ലേ? ടീഷർട്ടിൻ്റെ സ്ലീവ്സ് മടക്കി വെക്കുന്നതിനിടയിൽ അവൻ അലസമായി തിരക്കി. രാത്രിയിലത്തെ ഡോസ് കൊടുത്തതാ സാർ. അടുത്തത് ഇപ്പോഴേ എങ്ങനെയാ? വനജയിൽ വല്ലാത്ത സങ്കടമായിരുന്നു ആ നേരം. നാളെയല്ലേ ഹോസ്പിറ്റൽ റിവ്യൂവിന് പോവേണ്ട ഡേറ്റ്? അവൻ ചോദിച്ചുകൊണ്ട് പോക്കറ്റിൽ കിടന്ന ഫോൺ കയ്യിലേക്കെടുത്തു. അതെ സാർ, നേരത്തെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, അവൾ ഭവ്യതയോടെ പറഞ്ഞു. ആ, ഡോക്ടറിനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവൻ അതും പറഞ്ഞുകൊണ്ട് ദിവ്യയ്ക്ക് സർജറി ചെയ്ത ശങ്കർ ഡോക്ടറിൻ്റെ നമ്പർ ഫോണിൽ തിരഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കുവാനായി അദ്ദേഹം ദേവന് തൻ്റെ നമ്പർ നേരത്തെ തന്നെ നൽകിയിരുന്നു. സർ, ഞാൻ ദേവനാണ്, ദിവ്യയുടെ ഹസ്ബൻഡ്. തിരച്ചിലിനൊടുവിൽ കണ്ടുകിട്ടിയ ഡോക്ടറിൻ്റെ നമ്പറിലേക്ക് അവൻ വിളിച്ചു സംസാരിക്കുവാനായി തുടങ്ങി. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു പെയിൻ കില്ലറിൻ്റെ പേര് അവന് പ്രിസ്ക്രൈബ് ചെയ്തു കൊടുത്തു. താങ്ക് യു ഡോക്ടർ, ഞങ്ങൾ നാളെ വന്ന് കണ്ടോളാം. ഡോക്ടർ പറഞ്ഞ ടാബ്ലറ്റിൻ്റെ പേര് എഴുതിയെടുത്തിട്ട് അവൻ മെല്ലെ കോള് കട്ട് ചെയ്തു. ഞാൻ പോയി ഗുളിക വാങ്ങിയിട്ട് വരാം. ദേവൻ അപ്പോൾ തന്നെ വണ്ടിയുടെ ചാവിയുമായി ഫാർമസിയിലേക്ക് ഇറങ്ങി. സാർ, മരുന്ന് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുവരും. ദേവൻ പോയ ഉടനെ തന്നെ വനജ ദിവ്യയുടെ മുറിയിലേക്ക് കയറി ചെന്നു. ആ, കണ്ണുനീര് പടർന്ന കവളൊന്ന് കമർത്തി തുടച്ചുകൊണ്ട് അവൾ ചിരിക്കുവാനായി ശ്രമിച്ചു. വേദന കുറഞ്ഞോളും കേട്ടോ. സർജറി കഴിഞ്ഞ വലത്തെ കാലിൻ്റെ കെട്ടിന് മുകളിൽ മെല്ലെ അത്രയും പതുക്കെ തലോടി കൊടുത്തവർ. ദിവ്യയ്ക്ക് അവരോട് വല്ലാത്ത കുറ്റബോധം തോന്നി. ദേവേട്ടൻ്റെ കാര്യത്തിൽ ഒരു നിമിഷമെങ്കിലും വനജയെ സംശയിച്ചതോർത്ത്. ഇനിയെങ്കിലും റോഡിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണേ മാഡം. ഫുട്പാത്തിൽ കൂടി നടന്നു പോയാലും നമ്മളെ ഇടിച്ചിട്ടിട്ട് പോകുന്ന വണ്ടിക്കാരുള്ള കാലാ ഇത്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടുത്തെ അമ്മ മാഡത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് ഒത്തിരി വിഷമിച്ചു കേട്ടോ. വനജ ദിവ്യയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ ആ വാർത്ത ദിവ്യയിൽ ഒരു ഞെട്ടലാണോ ഉണ്ടാക്കിയത്? ദേവേട്ടൻ്റെ അമ്മ തന്നെ ഓർത്ത് വിഷമിച്ചെന്നോ? ആ ചിന്തയിൽ അവളിൽ കുറ്റബോധം എവിടെയൊക്കെയോ ഉറവ പൊട്ടിത്തുടങ്ങി. താൻ ഇവിടെ വന്നതിൽ പിന്നെ വയ്യെങ്കിലും വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് 2-3 പ്രാവശ്യം ഈ മുറിയിലേക്ക് കയറി വന്നിട്ടുണ്ട് അമ്മ. തൻ്റെ മുഖത്തേക്ക് നോക്കി അടുത്തായി വന്നിരിക്കുകയും ചെയ്തു. പക്ഷേ തന്നോടപ്പോഴൊന്നും ഒട്ടും സംസാരിക്കാറില്ലായിരുന്നു. ചിലപ്പോൾ താൻ തിരിച്ചു മിണ്ടതെന്ന് കരുതിയാവാം, അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കുമെന്ന് തോന്നിയിട്ടുണ്ടാവാം. ഇവിടുത്തെ അമ്മയ്ക്ക് എപ്പോഴും മാഡത്തിനെപ്പറ്റി പറയാനേ നേരമുള്ളൂ. സ്വന്തം അമ്മയ്ക്ക് വയ്യായിരിക്കുന്നതുകൊണ്ട് നോക്കാൻ പോയതാണെന്ന് ഇവിടുത്തെ അമ്മ മാഡത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അവർ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അതും കൂടി കേട്ടപ്പോഴേക്കും ദിവ്യയ്ക്ക് വേദനയോടെ ഒന്ന് പിടഞ്ഞു. താൻ ഇത്രയും നാളും ചെയ്തത് തെറ്റല്ല, കൊടും പാപമായിരുന്നു. കണ്ണുനീര് ധാരയായി പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കഴിഞ്ഞിരുന്നു. വനജേ! പെട്ടെന്നാണ് മുറിയുടെ വാതിൽക്കൽ നിന്ന് ദേവന്റെ ശബ്ദം കേട്ടത്. ആർത്തിയോടെ ദിവ്യയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് കൊതിയോടെ പാഞ്ഞു. ഇതിപ്പോൾ തന്നെ കൊടുത്തേക്ക്, കുറവില്ലെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. അത്രയും പറഞ്ഞിട്ട്
വാങ്ങിക്കൊണ്ട് വന്ന ഗുളിക വനജയുടെ കയ്യിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്ന ദേവൻ ദിവ്യയിൽ ഒരു മരണവേദന തന്നെ തീർത്തു. അനുഭവിക്കണം, താൻ ഇതൊക്കെ അനുഭവിക്കണം, മരണം വരെ അനുഭവിക്കണം. ഇത്രയെങ്കിലും അനുഭവിച്ചില്ലെങ്കിൽ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ എങ്ങനെയാണ് ആവുക?